ഹായ് അസ്സാം വലൈക്കും. നമ്മുടെ കാലിക്കറ്റ് ബീച്ചിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് ഗ്രീൻ പീസ്. അപ്പോൾ ഞാൻ ഇന്ന് ഗ്രീൻ പീസാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ബൗളിൽ നിറയെ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ രാവിലെ തൊട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി 4 കോഴിമുട്ട, 2 സവാള കൊത്തി അരിഞ്ഞ് വയ്ക്കുക. ഇതെല്ലാം നിങ്ങൾ ഗ്രീൻ പീസ് എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കോഴിമുട്ടയിലും സവാളയിലും മാറ്റം വരുത്തുക. എന്നിട്ട് ഈ ഗ്രീൻ പീസ് ഒന്ന് പ്രഷർ കുക്കറിലേക്ക് ഇടുക. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഗ്രീൻ പീസിൻ്റെ കുക്കിംഗ് ടൈം നോക്കിയിട്ട് നിങ്ങൾ വിസിൽ ചെയ്യുക. ഇവിടെ ഞാൻ 4 വിസിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിമുട്ട ഒന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക്, അത് ഞാൻ ചതച്ചെടുത്തതാണ് കുരുമുളക്. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനൊന്ന് ചിക്കിയെടുക്കുക. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഈ കോഴിമുട്ട ഇട്ടിട്ട് നന്നായിട്ട് ചിക്കിയെടുക്കുക. ഇവിടെ ഇപ്പം ഞാനത് ചിക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസ് 4 വിസിൽ അടിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും ഇതിൻ്റെ 5 എണ്ണം വേണം, ഞാൻ 4 എണ്ണം ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ആ സെയിം കോഴിമുട്ട ചെയ്ത ആ സെയിം പാത്രത്തിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ നമ്മുടെ ഗ്രീൻ പീസിനെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി ഇതൊന്ന് ചേർത്തിട്ട് ഈ 3ഉം ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള 5 വിസിലാണ് വേണ്ടത്. ബാക്കിയുള്ള ടൈം നോക്കിയിട്ട് കുറച്ച് സമയം അതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഞാനൊന്ന് അടച്ച് വെച്ച് ഇതിനെ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അതെല്ലാം ഒന്ന് വറ്റി വരണം. അതുവരെ നിങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസ് കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് നമ്മൾ ചിക്കി വെച്ച കോഴിമുട്ട ചേർക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യണം ഈ ടൈമിൽ. എന്നിട്ട് കൊത്തി അരിഞ്ഞ് വെച്ച സവാള ഇതിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ചേർക്കാം. നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് എത്ര വേണോ അതിൻ്റെ ഫ്ലേവർ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാനുണ്ട്. അത് ഞാൻ നമ്മുടെ ഇഞ്ചിയൊക്കെ കുത്തുന്ന ഉരലില്ലേ, അതിൽ ഞാൻ കുരുമുളക് ഇട്ടിട്ട് ചതച്ചെടുത്തതാണ്. അപ്പോഴാണ് ആ കറക്റ്റ് ഫ്ലേവർ കിട്ടുക. നിങ്ങളും ഇതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. മിക്സിയിൽ അടിച്ച് ഇടാതെ ഇങ്ങനെ തന്നെ ചെയ്യുക. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട്. ഇത്ര സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ആ സെയിം ടേസ്റ്റ് തന്നെയാണ്. അവിടെ കാണുന്ന പോലെ ഞാൻ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിത് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. കാരണം നമ്മൾ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ടേക്ക് കെയർ. താങ്ക് യു.